Hi friends, welcome to D Indian Cuisines. നമ്മുടെ ഇന്നത്തെ റെസിപ്പിയാണ് സ്ട്രോബെറി ചീസ് കേക്ക് ഇൻ എ കപ്പ്. ഇത് ഉണ്ടാക്കിയെടുക്കാനും സെറ്റ് ചെയ്തെടുക്കാനും വളരെയധികം എളുപ്പമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇൻഗ്രീഡിയൻസ് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ബോക്സ് സ്ട്രോബെറി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 250 ഗ്രാം വരും. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് ഒരു ബ്ലോക്ക് ക്രീം ചീസാണ്. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് ഇത് ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റാണ്. അപ്പോൾ ഇങ്ങനെ ഒരു 6 ബിസ്ക്കറ്റ് മിക്സറിലൊന്ന് ക്രഷ് ചെയ്തെടുത്തേക്കാണ്. പിന്നെ ഒരു 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്, ഒരു 1/2 കപ്പ് കോൾഡ് വിപ്പിംഗ് ക്രീം, 50 ഗ്രാം മെൽറ്റഡ് ബട്ടർ, പിന്നെ ഒരു 1/4 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ സ്ട്രോബെറി സോസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ പാൻ അടുപ്പത്ത് വെച്ചിട്ട് സ്ട്രോബെറി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സ്ട്രോബെറി ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. എന്നിട്ട് അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും ഒരു 1/2 കപ്പ് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇനി ഈ സ്ട്രോബെറി വേവിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് വെന്ത് കഴിയുമ്പോഴത്തേക്കും സ്ട്രോബെറിയൊക്കെ ഒന്ന് നന്നായിട്ട് ഉടഞ്ഞ് ഒരു സോസ് പരുവത്തിൽ നമുക്കിത് കുറുകി കിട്ടും. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ഏകദേശം ഒരു 10-15 മിനിറ്റ് എടുക്കും. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ സോസ് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക, ചിലപ്പോൾ ഇത് തിളച്ച് പൊങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇടയ്ക്കൊന്ന് ഫ്ലെയിം കുറച്ചതിന് ശേഷം ഒന്ന് നമ്മുടെ തവി വെച്ചൊന്ന് ഉടച്ചും കൂടെ കൊടുക്കുക. അപ്പോൾ നമ്മളിതൊരു മീഡിയം ഹൈ ഫ്ലെയിമിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ സ്ട്രോബെറി സോസ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ ഒരു 2 ആഴ്ച വരെ നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിത് ജാമിന് പകരം ബ്രെഡിൻ്റെ കൂടെ കഴിക്കാം. അതുപോലെ തന്നെ വെനില ഐസ്ക്രീമിൻ്റെ കൂടെ പാൻ കേക്കിൻ്റെ കൂടെയൊക്കെ നമുക്കിത് ടോപ്പിംഗ് ആയിട്ടും യൂസ് ചെയ്യാം. ഇപ്പോൾ സ്ട്രോബെറി ചീസ് കേക്ക് പോലെ തന്നെ നമുക്ക് ബ്ലൂബെറി ചീസ് കേക്കും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ ബ്ലൂബെറി സോസും നമുക്ക് റെഡിയാക്കിയെടുക്കാം. മാംഗോ ചീസ് കേക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം. പക്ഷേ മാംഗോ ചീസ് കേക്ക് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇത്രയും വലിയൊരു പ്രോസസ്സ് ഇല്ല. ജസ്റ്റ് മാംഗോ ഒന്ന് പ്യൂരിയാക്കി എടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ സോസ് ഒരുവിധം ഒന്ന് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ തവി വെച്ചൊന്ന് ഉടച്ചും കൂടെ കൊടുക്കുക. അപ്പോൾ ഇതിൽ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങൾ കാണും, അത് സാരമില്ല. അതെല്ലാം നല്ലൊരു സ്മൂത്തായിട്ടുള്ളൊരു ടെക്സ്ചർ വേണമെന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് കൂടുതൽ നേരം വേവിച്ചെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു പരുവത്തിൽ ഗ്യാസ് ഓഫ് ചെയ്യാണ്. എന്നിട്ട് ഇത് നന്നായിട്ട് തണുക്കാൻ വയ്ക്കുക. നമ്മളിനി കേക്കിൻ്റെ ബേസ് ലെയറാണ് റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ പൊടിച്ച് വെച്ചേക്കുന്ന ബിസ്ക്കറ്റിലേക്ക് മെൽറ്റഡ് ബട്ടർ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിതിൽ പഞ്ചസാര ആഡ് ചെയ്യുന്നില്ല, കാരണം ബിസ്ക്കറ്റിന് ആവശ്യത്തിന് മധുരമുണ്ട്. അപ്പോൾ എങ്ങാനും പഞ്ചസാര ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു 2 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതിയാവും. അപ്പോൾ നമ്മുടെ സാധാരണ പഞ്ചസാര ആയാലും മതി, അല്ലെങ്കിൽ ബ്രൗൺ ഷുഗറും യൂസ് ചെയ്യാം. സാധാരണ ബ്രൗൺ ഷുഗർ ചീസ് കേക്കിന് യൂസ് ചെയ്യുന്നത് അതിൻ്റെ ആ ഒരു ബേസ് ലെയർ ഒന്ന് എളുപ്പം സെറ്റാവാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ നമ്മൾ കപ്പിൽ സെറ്റ് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ നമ്മുടെ മിക്സ്ചർ റെഡിയായതിന് ശേഷം നമ്മുടെ കപ്പിൽ ഇതുപോലെ നിറച്ച് കൊടുക്കുക. എന്നിട്ട് സ്പൂൺ വെച്ചിട്ട് തന്നെ ഒന്ന് നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള കപ്പും ഫില്ല് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ മെഷർമെൻറ്റ് വെച്ചിട്ട് നമുക്കൊരു 3 കപ്പ് ഫില്ല് ചെയ്തെടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ എല്ലാ കപ്പും ഇതുപോലെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ ഒരു 15 മിനിറ്റ് ഫ്രീസറിൽ വെക്കുക. അപ്പോൾ ഇതൊന്ന് കുറച്ചും കൂടെ ഒന്ന് നല്ലതായിട്ടൊന്ന് ഫേം ആവും. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് ബാക്കിയുള്ള പ്രോസസ്സും ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ബേസ് ലെയർ നന്നായിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഇനി സ്ട്രോബെറി സോസ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സ്ട്രോബെറി സോസ് ഇപ്പോൾ നന്നായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ സ്പൂൺ വെച്ച് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഗ്ലാസും ഇതുപോലെ തന്നെ ഫില്ല് ചെയ്തെടുക്കുക. വീണ്ടും ഫ്രീസറിൽ ഒരു 15 മിനിറ്റ് വെക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു ലെയർ ഒന്ന് നന്നായിട്ട് സെറ്റായിട്ട് കിട്ടും. ഇതിനി സെറ്റാവുന്ന നേരം കൊണ്ട് നമുക്ക് നമ്മുടെ ഫൈനൽ ലെയർ റെഡിയാക്കിയെടുക്കാം. അപ്പോൾ നമ്മളിനി ഫൈനൽ ലെയറാണ് റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു വലിയൊരു ബൗൾ എടുത്തതിന് ശേഷം അതിലേക്ക് ക്രീം ചീസ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിതിപ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള ക്രീം ചീസാണ് എടുത്തേക്കുന്നത്. എന്നിട്ടൊരു ഹാൻഡ് മിക്സർ യൂസ് ചെയ്ത് നന്നായിട്ട് വിപ്പ് ചെയ്യുക. അപ്പോൾ ഇതൊരു നല്ലൊരു സ്മൂത്തായിട്ടുള്ള ഒരു ടെക്സ്ചർ വരുന്നത് വരെ വിപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ലോ സ്പീഡിൽ നിന്ന് തുടങ്ങിയിട്ട് ഗ്രാജുവലി സ്പീഡ് കൂട്ടി കൊടുക്കുക. ഇതിപ്പോൾ നമുക്ക് നല്ലൊരു സ്മൂത്തായിട്ടുള്ളൊരു ടെക്സ്ചർ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിപ്പോൾ കോൾഡ് വിപ്പിംഗ് ക്രീമാണ്. അപ്പം നമ്മളിത് യൂസ് ചെയ്യുന്നത് വരെ ഇത് ഫ്രിഡ്ജിൽ തന്നെ സ്റ്റോർ ചെയ്യുക. അപ്പോൾ നമുക്ക് വിപ്പ് ചെയ്തെടുക്കാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വക്കിലുള്ളതൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സായിട്ട് കിട്ടും. പിന്നെ നമുക്ക് വീണ്ടും ഹാൻഡ് മിക്സർ യൂസ് ചെയ്ത് ഇത് നന്നായിട്ട് വിപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ലൊരു ഫ്ലഫി ഫോമിൽ നമുക്കിത് കിട്ടണം. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റേജിൽ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊരു 3/4 കപ്പ് പഞ്ചസാരയാണ്. അപ്പോൾ ഇത് ഒറ്റയടിക്ക് ആഡ് ചെയ്ത് കൊടുക്കരുത്, ഇത് കുറച്ചായിട്ട് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് വിപ്പ് ചെയ്തെടുക്കുക.
ഇതിപ്പോൾ നമുക്ക് നല്ലൊരു സ്മൂത്ത് ഫ്ലഫി ആയിട്ടുള്ള ഒരു ടെക്സ്ചറിൽ കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ സ്ട്രോബെറി സോസിൻ്റെ ലെയറും ഒരുവിധം നമുക്ക് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ ക്രീം ചീസിൻ്റെ ഫില്ലിംഗ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വേണമെങ്കിൽ ഒരു പൈപ്പിംഗ് ബാഗിൻ്റെ അകത്ത് ഫില്ല് ചെയ്ത് പൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു സ്പൂൺ വെച്ച് ഇതുപോലെ സ്കൂപ്പ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഒരു ഗ്ലാസിൻ്റെ ഒരു 1/4 ലെവൽ വരെ ഇത് ഫില്ല് ചെയ്യുക. എന്നിട്ട് സ്പൂൺ വെച്ചിട്ട് തന്നെ ഒന്ന് നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ തന്നെ ബാക്കിയുള്ള ഗ്ലാസും ഫില്ല് ചെയ്തെടുക്കുക. ഞാൻ ലാസ്റ്റിൽ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് സ്ട്രോബെറി സോസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഒരു സ്ക്യൂവറോ അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്കോ എന്തെങ്കിലും വെച്ച് ഇതുപോലെ ഒന്ന് സ്വേൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഒന്ന് എസ് പോലെ 2 ഡയറക്ഷനിലും വരച്ച് കൊടുക്കുക. അപ്പോൾ ഇതൊരു 5-6 പ്രാവശ്യം നമുക്ക് ചെയ്യേണ്ടി വരും. കാരണം നമ്മുടെ സ്ട്രോബെറി സോസ് വന്നിട്ട് നല്ലൊരു സ്മൂത്ത് ടെക്സ്ചർ അല്ല. അതിൽ ഞാൻ പറഞ്ഞ പോലെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത്ര എളുപ്പത്തിൽ ഇത് ചെയ്ത് കിട്ടത്തില്ല. അപ്പോൾ ഒരു 5-6 പ്രാവശ്യം ഇതുപോലെ ഒരു എസ് പോലെ എല്ലാ ഡയറക്ഷനിലും വരച്ച് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു മാർബിളുടെ എഫക്റ്റ് കിട്ടും. അപ്പോൾ ഇതിപ്പോൾ ഞാൻ 3 ഗ്ലാസും ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു പ്ലാസ്റ്റിക് റാപ്പ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു അലൂമിനിയം ഫോയിൽ വെച്ചിട്ടോ ഇത് നന്നായിട്ട് കവർ ചെയ്തതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ വേണം സെറ്റ് ചെയ്യാനായിട്ട്. ഒരു 3-4 മണിക്കൂർ വെക്കുക സെറ്റ് ചെയ്യാനായിട്ട്. ഇത് കപ്പിലിരിക്കുന്നതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇപ്പം തന്നെ ഇത് വേണമെങ്കിൽ കഴിക്കാം. പക്ഷേ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് ഇത് ഫേം ആവും. അതുപോലെ നല്ല തണുത്തും കൂടെ നമുക്ക് കിട്ടും. സാധാരണ നമ്മൾ ചീസ് കേക്ക് ഒരു സ്പ്രിംഗ് ഫോം പാനിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. സാധാരണ ഒരു കേക്കൊക്കെ സെറ്റ് ചെയ്യുന്ന പോലെ തന്നെ. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കപ്പിൽ എളുപ്പം സെറ്റ് ചെയ്തെടുക്കാം. എളുപ്പം സെറ്റും ആവും. അതുപോലെ തന്നെ നമുക്ക് സെർവ് ചെയ്യാനും ഒക്കെ എളുപ്പമാണ്. അപ്പോൾ ഇതിപ്പോൾ ഞാനൊരു 5-6 മണിക്കൂർ വെച്ചു. എനിക്ക് സമയം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ കൂടുതൽ നേരം വെച്ചു. അപ്പോൾ ഇത് നമ്മുടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ തുറന്നു നോക്കാം. അപ്പോൾ ഇതിപ്പം കണ്ടാൽ അറിയാം നല്ല ഫേം ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല തണുത്തിട്ടുമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓൾസോ പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ ഫോർ റെഗുലർ അപ്ഡേറ്റ്സ്. താങ്ക് യു ഫോർ വാച്ചിങ്.